മുഹൂർത്തം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. എന്താ ഇനി എന്തുണ്ടാവാൻ? കണ്ണോത്ത് രാമനാഥന്റെ ബംഗ്ലാവിലെ അന്തി ഉറങ്ങിയ പെണ്ണിനെ ഇനി അവർക്ക് വേണ്ടാന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ട് എന്തിനാ ഈശ്വരനെ വിളിക്കുന്നത്? അങ്ങേരെ അവിടെ വെറുതെ ഇരുന്നോട്ടെ. അവരെന്നെ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. എവിടെ പരിപാടിക്ക് പോയാലും അയാളുടെ ഗുണ്ടകൾ വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ബാഹുലയൻ ഇറങ്ങി ഓടിയപ്പോ സ്റ്റേജിൽ തട്ടി വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെയായാൽ ഞങ്ങൾക്ക് ഇനി പ്രോഗ്രാമിന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാ വലുത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, അതറിയാം. എല്ലാറ്റിനും പിന്നിൽ അയാളാ. ആര്? കണ്ണോത്ത് വിഷ്ണുനാരായണൻ നമ്പൂരുടെ ഇളയ സന്തതി ആ രാമനാഥൻ. കുട്ടി എനിക്കൊരു ഉപകാരം ചെയ്യണം. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് അയാളോടൊന്ന് പറയണം. പകരം കുട്ടിയെ ഞാൻ ട്രൂപ്പിൽ തിരിച്ചെടുത്തോളാം. ആരുടെയും ഭീഷണിക്ക് വഴങ്ങി മാഷ് എന്നെ ട്രൂപ്പിൽ തിരിച്ചെടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ രാമനാഥൻ എന്ന വ്യക്തിയുമായി എനിക്ക് യാതൊരു ബന്ധമോ അടുപ്പമോ ഇല്ല. അത് പറയരുത്. അദ്ദേഹം കൂടെ കൂടെ ഇവിടെ വരാറുണ്ടെന്നാണല്ലോ കേട്ടത്. കേട്ടതൊക്കെ കണ്ണു അടിച്ച് വിശ്വസിക്കുന്നതാ മാഷിന്റെ കുഴപ്പം. ആകെ 2 തവണ അയാൾ ഇവിടെ വന്നിരുന്നു. മാസ്റ്റർ ട്രൂപ്പിലെ നായകൻ ഉദയൻ എന്നെ ബാലയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചോണ്ട് പോയതിന്റെ അടുത്ത ദിവസം എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാൻ. അന്ന് എന്താ നടന്നെന്ന് അറിയാനുള്ള ക്ഷമയും സാവകാശം പോലും മാഷിനുണ്ടായില്ലല്ലോ. കുട്ടി എന്നോട് ക്ഷമിക്കണം. എല്ലാം ഞാൻ മനസ്സിലാക്കിയപ്പോ വൈകിപ്പോയി. മൊല്ലാക്ക വന്ന് ഉദയന് ശരിക്കു പെരുമാറി. മാത്രമല്ല അവൻ ഒടുവിൽ എന്നോട് തെറ്റേറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കുകയും ചെയ്തു. കുട്ടിക്ക് ഇനി അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. കുട്ടി നാളെ തന്നെ ട്രൂപ്പിൽ ചേർന്നോളൂ. വേണ്ട, മാഷിന്റെ ഔദാര്യത്തിന് നന്ദി. ഇനി ഞാൻ ഒരിടത്തേക്കും ഇല്ല. രാമനാഥൻ എന്ന ആളോട് മാഷ ഉപദ്രവിക്കരുതെന്ന് പറയല്ലേ വേണ്ടു. ആവാം. പകരം മാഷിന്റെ ട്രൂപ്പിൽ എടുക്കൊന്നും വേണ്ട. വളരെ ഉപകാരം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പെങ്ങളെ, പെങ്ങളെ, എന്താ കിട്ടുണി ഇവിടെ? അതെ, മോള് കിട്ടുണി മാമ അറിയോ? എവിടെന്നറിയാൻ? കുഞ്ഞുനാളിലെ കണ്ടതല്ലേ. ഞാൻ നിന്റെ അമ്മയുടെ ബന്ധത്തിൽ ഒരു കൊച്ചു സഹോദരനാ. വീട്ടിൽ ചെന്നപ്പോ പെങ്ങൾ ഇങ്ങോട്ട് പോന്നു പറഞ്ഞു. എന്നാ പിന്നെ ഇവിടെ വെച്ചാകാലോ എന്ന് കരുതി. ഒരു കാര്യം വെച്ച് താമസിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശുഭസ്യേ ശീഘ്രം എന്നാണല്ലോ. ശുഭകാര്യങ്ങൾ അധികം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഒരു മംഗളകാര്യം ക്ഷേത്രനടയിൽ വെച്ച് പറയുന്നത് തന്നെ ഐശ്വര്യമാണല്ലോ. കിട്ടുണ്ടി പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഉണ്ണിമായക്കൊരു കല്യാണാലോചനയുമായി വന്നതാണ്. 1-2 കല്യാണാലോചനകൾ വന്ന് നടന്നില്ല എന്ന് കരുതി വിഷമിക്കാനൊന്നുമില്ല. അതൊക്കെ അങ്ങനെ കിടക്കും. യോഗം ഒത്തുവരുമ്പോ എല്ലാം നടക്കും. ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള ചുറ്റുപാടിലല്ല ഞങ്ങളുടെ സ്ഥിതിയെന്ന് കിട്ടുണിക്ക് അറിഞ്ഞൂടെ? ഇപ്പോഴത്തെ കാലത്ത് വലിയ സ്ത്രീധനമൊക്കെ ചോദിക്കില്ലേ? അതൊന്നും ഓർത്തിന്റെ പെങ്ങള് വിഷമിക്കണ്ട. ചെക്കനൊന്നും ചോദിക്കണ്ട ചാലോ. അപ്പോ പ്രായം ചെന്ന ആളാവും അല്ലേ? പ്രായം തികഞ്ഞിട്ടുണ്ട്. 30 വയസ്സ്. എന്താ കുറവാണോ? എന്റെ പെങ്ങളെ, നമ്മുടെ കുട്ടിക്ക് പറ്റാത്ത കാര്യം കൊണ്ട് ഈ കിട്ടുണി പെങ്ങളുടെ അടുത്ത് വരുവോ? സത്യം പറയാലോ, ഉണ്ണിമായക്ക് പ്രായം കൊണ്ടും രൂപം കൊണ്ടും ചേർന്ന ചെറുക്കൻ. ഇപ്പഴേ വാസ്തവാ, ഇതാണ് കുട്ടി. എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങനെ ആവാം. അവസാനം എനിക്ക് മിണ്ടാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല, ചോദിക്കാൻ പറ്റിയില്ല എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധം വേറെ ആർക്കും പറ്റണ്ട. എന്താ പറ്റിയത്? കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവണത് എന്റെ ഭാര്യയുടെ മുൻവരിയിലെ 4 പല്ലില്ലാന്ന്. പേര് ഉണ്ണിമായെന്നല്ലേ? പ്രീ ഡിഗ്രി വരെ പഠിച്ചു അല്ലേ? കേട്ടോ വാസുദേവ, അച്ഛൻ പ്രഗത്ഭനായ ഒരു കലാകാരനായിരുന്നല്ലോ. ആ അച്ഛന്റെ അതേ പാരമ്പര്യം അമ്മോളുടെ. നൃത്തവും പാട്ടും എല്ലാം ബഹുകേമം. കലാതിലകം വരെ ആയ കുട്ടിയാ. ആ ഉണ്ണിമായിക്ക് വാസുദേവനോട് തനിച്ച് എന്തെങ്കിലും മിണ്ടാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഒന്നുമില്ല. ഇവിടെ വെച്ച് ചോദിക്കാൻ അത് കൊള്ളാമല്ലോ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികള് ഏത് പേസ്റ്റ് കൊണ്ടാ പല്ല് തേക്കുന്നത്, ഏത് സോപ്പിട്ടാ കുളിക്കുന്നത്, മദ്യപിക്കുമോ, കഞ്ചാവ് വലിക്കുമോ? സാധാരണ ഇതൊക്കെയാ ചോദിക്കാറുള്ളത്. ഇങ്ങനെ ഒന്നും ചോദിക്കാനില്ലേ? എന്നെ പറ്റി ഞാൻ പറയാം. എല്ലാം വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവക്കാരനാ ഞാൻ. എനിക്കൊരു ചേട്ടനും അനിയത്തിയുവാ. ചേട്ടൻ സ്കൂൾ മാസ്റ്റർ. പെങ്ങളുടെയും ചേട്ടന്റെയും കല്യാണം കഴിഞ്ഞു. പിന്നെ അമ്മ. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. കളക്ടറേറ്റിലാണ് എനിക്ക് ജോലി. ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് കരുതിയ ഇത്രയും വൈകിയത്.
ഉണ്ണിമായെ കണ്ടപ്പോ ഇനി അധികം താമസിപ്പിക്കണ്ടെന്ന് തോന്നുന്നു. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വിവരം കിട്ടുണ്ണിയോട് പറഞ്ഞാ മതി. ആ പെങ്ങളൊന്ന് അങ്ങോട്ട് വരിക വരിക. പെങ്ങൾ അവിടെ ഇരിക്കുക. ഒരുപാട് പെൺകിടാങ്ങളെ പോയി കണ്ട ആളാ വാസുദേവൻ. ഒന്നിനെ അയാൾക്ക് പിടിച്ചില്ല. സൗന്ദര്യബോധം ലേശം കൂടുതലുള്ള കൂട്ടത്തിലാണേ. ഏതായാലും നമ്മുടെ ഉണ്ണിമോളെ കക്ഷിക്ക് ശരിക്കും പിടിച്ചിരിക്കുന്നു. സ്വത്തും പണമൊന്നും അല്ല വാസുദേവൻ ആവശ്യം. കാണാൻ ചേരുള്ള തറവുകാട്ടുകാരി പെൺകുട്ടി ആയിരിക്കണമെന്നുള്ളൂ. അതുകൊണ്ട് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എങ്ങനെ സ്ത്രീധനവും കല്യാണ ചെലവും ഒക്കെ? പെങ്ങള് വിഷമിക്കണ്ട. ശ്രീധരമായിട്ട് തൽക്കാലം ഒന്നും വേണ്ട. ആ പിന്നെ ഭാഗം വെക്കുമ്പോ മോളുടെ ഷെയറും കൊടുത്താൽ മതി. അവരൊന്നും ചോദിച്ചില്ലേലും നമ്മൾ ഇത്തിരി പൊന്നും പൊടിയൊക്കെ ഇട്ടയക്കണ്ടേ? അതും ഞാൻ ആലോചിച്ചു പെങ്ങളെ. എന്റെ മോൾക്ക് ഇപ്പോ 10 വയസ്സല്ലേ ആവണുള്ളൂ. അവളുടെ കല്യാണം നടക്കണമെങ്കിൽ ഇനി 8-10 കൊല്ലെങ്കിലും വേണം. അവളുടെ അമ്മ മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന 10-20 പവന്റെ ആഭരണം അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ തരാം. എന്റെ മോളുടെ കല്യാണം ആവുമ്പോ അതിന് തിരിച്ചു തന്നാ മതി. ഇതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയുന്ന കിട്ടുണ്ണി? ഇങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്തില്ലെങ്കിൽ ഈ സ്വന്തവും ബന്ധം എന്നൊക്കെ പറയുന്നതിൽ എന്താ പെങ്ങളെ അർത്ഥം? ആ സ്വർണ്ണം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇരട്ടിക്കത്തൊന്നുമില്ലല്ലോ. ഉണ്ണിമായ ഇപ്പോ മന്ദം മന്ദം അടിവെച്ച് എന്റെ സവിധത്തിലണയും. നമ്രശിരസ്കയായി വ്രീളാമുഖിയായി എന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കേണ്ടത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇതിനു മുമ്പ് വല്ല മുൻപരിചയവും ഉണ്ടോ എന്നൊരു തമാശ പൊട്ടിച്ചാലോ? അയ്യോ വേണ്ട, അതൊക്കെ ചീപ്പ്. എന്റെ കോമഡി മനസ്സിലായില്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് ആകെ കുളവായത് തന്നെ. വേണ്ട വേണ്ട വേണ്ട. അരയിളകി തേക്കടി പെണ്ണെ, ആ തിളങ്ങും വണ്ണം തേക്കടി പെണ്ണെ മോളെ. എന്താ വാസന്തി, നീ വാർപ്പ് ഇതുവരെ തേച്ച് കഴിയില്ലേ? ഒന്ന് ഇളകി ഇരുന്ന് തേച്ച് കഴിക്കള എന്റെ വാസന്തി. അരയിളകി തേക്കടി പെണ്ണെ, തിളങ്ങും വണ്ണം തേക്കടി പെണ്ണെ. ദാസേട്ടൻ എന്താ ഇവിടെ കാര്യം? ആ എവളുമാര് ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന്. നാണോ ഇല്ലേ ഈ അടുക്കളക്കാരിയുടെ മുമ്പിൽ ആടി പാടിക്കൊണ്ട് നിൽക്കാൻ? എടീ, ഞാൻ സുപ്രസിദ്ധ കാഥികൻ ദാസ്ജി നായരാണ്. അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ മുമ്പിൽ മാത്രമല്ല അകത്തമ്മമാരുടെ മുമ്പിൽ വരെ ഞാൻ കഥ പറയും. അതാണ് ഒരു യഥാർത്ഥ കാഥികന്റെ ലക്ഷണം. ഒന്ന് വിളിച്ചോണ്ട് പോണുണ്ടോ? ഇല്ലെങ്കിൽ ഞരമ്പരോഗം മാറ്റാൻ ഞങ്ങളുടെ മരുന്നുണ്ട്. മരുന്നോ? നല്ല മരുന്ന്. മരുന്ന് പൊടി മരുന്ന്. മുടിഞ്ഞ കഥാപ്രസംഗം. വാ, വന്ന് വല്ലതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വന്നേ ഇങ്ങോട്ട്. നാണമില്ലല്ലോ മനുഷ്യന്. ഇതാ ആദ്യ രാത്രിയിലെ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ ഇവിടെ പാലില്ലായിരുന്നു. അക്കാര്യം ഇവിടെ ആരും ഓർത്തില്ലാത്രേ. പിന്നെ അപ്പോട്ടന് ഏതോ ഹോട്ടലിൽ പോയി പാല് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അതും പാലായിരുന്നില്ല, പാലും വെള്ളം. സാധാരണ നാത്തൂമാരാ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ ഒരെണ്ണമുണ്ട്. അതിന്റെ കാര്യം പറയാതിരിക്കാ നല്ലത്. അമ്മയേക്കാൾ കൂടുതൽ മോള്. രണ്ടിനും പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട. ചെല്ലേ. ഒന്ന് നിന്നേ. ഈ ചടങ്ങുകളൊക്കെ നടത്താനുള്ള അവകാശം നാത്തൂനായ എനിക്കാ. ഏട്ടത്തിയോട് ആര് പറഞ്ഞു? ഓഹോ, അതിന് നിന്നെ ഇവിടെ കണ്ടിട്ട് വേണ്ടേ? നീ എവിടായിരുന്നു? എന്റെ കല്യാണം കഴിഞ്ഞു വന്ന അന്ന് ഈ അവകാശം ഒന്നും കണ്ടില്ലല്ലോ. വഴക്കം വെക്കണമൊന്നും വേണ്ട, കുട്ടി പൊക്കോളൂ. നവവധു കയ്യിൽ പാലുമായി മണിയറയിലേക്ക് മന്ദം മന്ദം നടന്നു നീങ്ങി. അവളെ കണ്ട് വരൻ പാടി, കോപ്പയിൽ പാലുമായി വന്നോളെ എന്നെ അപ്പുവയ്ക്കല്ലേ നീ പെണ്ണാളെ. നന്നായില്ലല്ലേ? പാല് വേണ്ടായിരുന്നു അല്ലേ? കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനമാ. എന്നാലും ഇരുന്നോട്ടല്ലേ. ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോ പാലിലാ തുടങ്ങേണ്ടത്. ഇവിടെ ഇരിക്കാം. ഇരിക്കുന്നേ. പത്ത് മണി കഴിഞ്ഞ് 30 മിനിറ്റ്. 10:30 ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ആദ്യ രാത്രി ആരംഭിക്കുകയാണ്. അമ്മ വിളിക്കുന്നു. ഞാനിപ്പോ വരാം. വിളിക്കാൻ കണ്ടൊരു സമയം. എന്താ അമ്മേ? 9 മണി ആവണതിന് മുമ്പ് കേറി കഥ കടച്ചോ? വന്ന് ദേഹണ്ണക്കാർക്ക് കാശ് കൊടുക്ക്. ഉണ്ണിമായ അല്ല, ഇങ്ങോട്ട്.
പന്തലുകാർക്കും ദേഹനക്കാർക്കും ഒക്കെ കാശ് കൊടുക്കണ്ടേ? അതിനെന്തിനാ അവരെ വിളിക്കുന്നത്? ഞാൻ കൊടുത്തവര് വാങ്ങില്ലേ? അവർക്കൊക്കെ എന്തൊക്കെയാ കൊടുക്കേണ്ടെന്നുള്ളത് വാസുവിനല്ലേ അറിയൂ. അതെത്രയാന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുത്തോളാം. നീ മുറിയിലേക്കല്ലേ? ചേട്ടനെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ചെല്ല്. അമ്മ തുടങ്ങിയല്ലേ ആദ്യ ദിവസം തന്നെ. അതോടാ ഞാൻ കൊട പിടിച്ചു കൊടുക്കാം.